പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിലെ ബ്ലോക്ക് 1-ലെ 2-ാമത്തെ യൂണിറ്റിലെ ഷോർട്ട് നോട്ട്സുകളെ കുറിച്ചാണ്. അഹിംസ ആൻഡ് സത്യാഗ്രഹ, അഹിംസയും സത്യാഗ്രഹവും. നിർവചനം: അഹിംസ എന്നാൽ അക്രമരാഹിത്യം എന്നാണ് അർത്ഥമാക്കുന്നത്. ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. സ്നേഹവും കാരുണ്യവും ഇതിൽ ഉൾപ്പെടുന്നു. സത്യാഗ്രഹം എന്നാൽ സത്യത്തോടുള്ള ഉറച്ച ഭക്തിയാണ്. അക്രമത്തിന് പകരം ധാർമ്മിക ശക്തിയിലൂടെയും സ്വയം സഹിക്കുന്നതിലൂടെയും അടിച്ചമർത്തുന്നവൻ്റെ ഹൃദയം മാറ്റുക എന്നതാണ് സത്യാഗ്രഹത്തിൻ്റെ ആശയം. എക്സാമ്പിൾ നോക്കാം. സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നിയമങ്ങൾക്കും സാമൂഹ്യ തിന്മകൾക്കും അനീതിക്കുമെതിരെയുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ ആയുധമായി ഗാന്ധിജി സത്യാഗ്രഹം ഉപയോഗിച്ചു. അഹിംസയായിരുന്നു ഇതിൻ്റെ നട്ടെല്ല്. അടുത്തത് ടെക്നിക്സ് ഓഫ് സത്യാഗ്രഹ, സത്യാഗ്രഹത്തിൻ്റെ രീതികൾ. സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്കായി ഗാന്ധിജി പല അഹിംസാത്മക സത്യാഗ്രഹ രീതികളും പരീക്ഷിച്ചു. ഉപവാസം, ഫാസ്റ്റിംഗ്; നിസ്സഹകരണം, നോൺ കോപ്പറേഷൻ; നിയമലംഘനം, സിവിൽ ഡിസോബീഡിയൻസ്; പിക്കറ്റിംഗ് എന്നിവയായിരുന്നു പ്രധാന രീതികൾ. മറ്റു മാർഗങ്ങളെല്ലാം പരാജയപ്പെടുമ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട ഏറ്റവും ഫലപ്രദമായ രീതിയായിരുന്നു ഉപവാസം. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുവാനും സമരക്കാരിൽ സ്വാതന്ത്ര്യബോധം ഉണ്ടാക്കാനും പിക്കറ്റിംഗ് ഉപയോഗിച്ചു. നീതി ലഭിക്കുന്നതിനായി സർക്കാരിൻ്റെ നിയമങ്ങൾ അഹിംസാത്മകമായി ലംഘിക്കുന്ന രീതിയായിരുന്നു സിവിൽ ഡിസോബീഡിയൻസ്, നിയമലംഘനം. അടുത്തത് ഹിന്ദു സ്വരാജിനെ കുറിച്ചാണ്. 1909 ഗാന്ധിജി എഴുതിയ പ്രശസ്തമായ പുസ്തകമാണ് ഹിന്ദു സ്വരാജ് അഥവാ ഇന്ത്യൻ ഹോം റൂൾ. സംഭാഷണ രൂപത്തിൽ എഴുതപ്പെട്ട ഈ പുസ്തകം ബ്രിട്ടീഷ് ആധിപത്യത്തെയും വ്യവസായ മുതലാളിത്തത്തെയും ശക്തമായി വിമർശിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആശയങ്ങളുടെ ഏറ്റവും വ്യക്തമായ രൂപമായി കണക്കാക്കപ്പെടുന്നു. ബ്രിട്ടീഷ് നിയമങ്ങളും വ്യവസായങ്ങളും ഉപേക്ഷിക്കാനും പകരം സ്വാതന്ത്ര്യം നേടുന്നതിനായി പരമ്പരാഗത രീതികളും ഗ്രാമീണ സ്വാശ്രയത്വവും സ്വീകരിക്കാനും പുസ്തകം ഇന്ത്യക്കാരനോട് ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് സർക്കാർ ആദ്യം ഈ പുസ്തകം നിരോധിച്ചിരുന്നു. അടുത്തത് സ്വരാജ്, സെൽഫ് റൂൾ, സ്വയംഭരണം. സ്വരാജ് എന്നാൽ ഇന്ത്യക്കാർക്കുള്ള സ്വയംഭരണം എന്നാണ് അർത്ഥമാക്കുന്നത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നതല്ല യഥാർത്ഥ സ്വരാജ്, മറിച്ച് നമ്മളെ തന്നെ ഭരിക്കാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് സ്വരാജ് ഉണ്ടാകുന്നത് എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. നമ്മൾ മാറാൻ തയ്യാറാകാതെ ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയ സംവിധാനവും മുതലാളിത്തവും അതേപടി തുടർന്നാൽ അത് ബ്രിട്ടീഷുകാരില്ലാത്ത ബ്രിട്ടീഷ് ഭരണം മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഹിന്ദുസ്ഥാന് പകരം ഇംഗ്ലീഷ്സ്ഥാൻ.